പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20 അധ്യായത്തിൽ 25 മുതലുള്ള തിരുവചനം ഇങ്ങനെയാണ് വായിക്കുക. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയാണ് തോമസ് ഏറ്റുപറഞ്ഞത്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ആദ്യം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. ഇതിൽ 2 അർത്ഥം പറയുന്നുണ്ട്. കൂട്ടായ്മയിൽ നിന്ന് ദൈവാനുഭവം പ്രാപിക്കുവാൻ വേണ്ടിയാണ് യോഹന്നാൻ ഇതുകൂടി പറഞ്ഞത്. വ്യക്തിപരമായി നാം പ്രാർത്ഥനയിൽ വ്യാപരിക്കുമ്പോൾ ദൈവസാന്നിധ്യം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. എങ്കിലും കൂട്ടായ്മയെ കുറച്ചുകൂടി എളുപ്പമാക്കി തരാൻ വേണ്ടിയാണ് ഇങ്ങനൊരു ഭാഗം പറഞ്ഞിരിക്കുക. അതുകൊണ്ട് സഭയോട് ചേർന്ന്, കൂട്ടായ്മയോട് ചേർന്ന്, നേതൃത്വത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കും ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ തോമസ് ഒരു വലിയ സത്യം വിളിച്ചു പറയുകയാണ്. ഞാൻ തനിയെ ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞതും എൻ്റെ ആഗ്രഹവുമെല്ലാം നീ കാണുന്നുണ്ടായിരുന്നു, നീ കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ നിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് നീ എന്നെ നിന്റെ അടുത്തേക്ക് വിളിച്ചത്. ഈശോയെ, നിന്റെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ അസാന്നിധ്യത്തിൽ എനിക്കൊന്നും ചെയ്യാനാവില്ല. കാരണം നീ എപ്പോഴും എന്നോട് കൂടെ ചരിക്കുന്നു. ആ ഒരു തിരിച്ചറിവ് മതി എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും ആശ്വാസം. എന്നോടൊപ്പം യാത്ര ചെയ്യുന്ന എമ്മാനുവലായ ദൈവമേ, നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കോടാനുകോടി മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന് നിന്നെ സ്തുതിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.